കുറിച്ച് കേൾക്കുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തുന്നു. മുതിർന്നവരായ നമ്മുടെ നേതാക്കന്മാരെ മുഴുവൻ ആദരിക്കുന്നു. പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് നമ്മൾ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ പിരിഞ്ഞു പോയാൽ മാത്രം പോരാ, ഇതൊരു തുടർച്ചയായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ വാർഡിൽ ഈ പാർട്ടി അതിശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ആലോചിക്കണം, നമുക്കൊക്കെ എന്ത് കഷ്ടപ്പാടാണുള്ളത്, നമുക്കെന്ത് കഷ്ടപ്പാടാണുള്ളത്. ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാ, എന്റെ പാർട്ടിക്ക് വേണ്ടി ഇന്ന് ഞാൻ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബിഗ് സീറോ ആയിരിക്കും. നമ്മൾ എത്ര സമയം പ്രവർത്തിച്ചത്? അത് എന്നും മീറ്റിംഗ് കൂടണം എന്നുള്ളതല്ല, എന്നും ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നുള്ളതല്ല. നമുക്ക് ഈ പാർട്ടിയുടെ പ്രചാരകരും ഈ പാർട്ടിയുടെ മുഴുവൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഒക്കെയായി നമുക്ക് മാറാൻ വേണ്ടി കഴിയണം. അങ്ങനെ മാറാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പാർട്ടി ഉണ്ടാകൂ. എന്ത് കിട്ടി എന്നുള്ളതല്ല, ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയി മരിക്കുക എന്നുള്ളതാവണം. മരിച്ചു കിടക്കുമ്പോ കോൺഗ്രസ് പതാക എന്റെ നെഞ്ചിൽ പുതപ്പിക്കണം എന്ന് പറയുന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അത് മാത്രമാണ് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കാനുള്ള എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ആര് ഈ പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും ഞാൻ പുറത്താവൂല. കോൺഗ്രസ് ആയി ഞാൻ നിൽക്കും. എനിക്ക് കോൺഗ്രസ് ആയി മരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. അപ്പൊ എന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ? കാരണം അഭിമാനത്തോടു കൂടി പറഞ്ഞുകൂടെ, നമ്മുടെ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബൈക്ക് ഒരു 4 തവണ ആക്സിഡന്റ് പറ്റിയാൽ ആ ബൈക്ക് നമ്മൾ എന്താ ചെയ്യാ? എന്താ പറയാ? അത് വിൽക്കും. എന്താ പറയാ?